തലസ്ഥാന നഗരത്തിന്റെ വികസനവും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട തിരുവനന്തപുരം നഗരസഭയെ തെരുവ് ഗുണ്ടകളുടെ താവളമാക്കി മാറ്റിയ ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ തരം താഴ്ന്ന രാഷ്ട്രീയ നാടകത്തിനാണ് കഴിഞ്ഞ ദിവസം കേരളം സാക്ഷ്യം വഹിച്ചത്. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ പരസ്പരം തല്ലുകൂടിയും അസഭ്യം പറഞ്ഞും ചവിട്ടിയും ചോര ഒഴുക്കിയും തുപ്പിയും ഒക്കെ ജനവിധിക്ക് മേൽ കരിവാരി തേച്ചിരിക്കുകയാണ്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ നിലവിലെ മേയറും മുൻ മന്ത്രിമാരും പ്രതികളാണ് എന്നത് തന്നെ ഈ ആക്രമണത്തിന്റെ ആസൂത്രണം വ്യക്തമാക്കുന്നു. നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ നിയമം കയ്യിലെടുത്ത് പരസ്പരം തല്ലി ആശുപത്രികളിൽ അഭയം തേടുന്ന കാഴ്ച ലജ്ജാകരം തന്നെ. മുൻപ് നഗരസഭ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ കടുത്ത അഴിമതിയും കഴിവുകേടും കൊണ്ടായിരുന്നു തലസ്ഥാനം കോർപ്പറേഷന്റെ ഭരണം BJPയുടെ കയ്യിലേക്ക് എത്തിയത് എന്ന സത്യം നമുക്ക് മറക്കാനാകില്ല. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണപരാജയവും വിവാദങ്ങളുമുള്ള അഴിമതികളും ജനങ്ങളോടുള്ള വെല്ലുവിളികളുമായിരുന്നു BJPക്ക് ഈ നഗരസഭയുടെ ഭരണം കയ്യിൽ വെച്ച് കൊടുത്തത്. ആ പരാജയത്തിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ BJPയുടെയും CPMന്റെയും നേതൃത്വത്തിൽ കോർപ്പറേഷനിൽ അരങ്ങേറുന്ന ഈ നാടകങ്ങൾ. ദൈവങ്ങളുടെ പേരിലും ബലിദാനികളുടെ പേരിലും ഭരണഘടന വിരുദ്ധമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ജനങ്ങളെയും നിയമവ്യവസ്ഥയും ഒരുപോലെ വഞ്ചിച്ചവരാണ് BJP കൗൺസിലർമാർ. ഇതിനെതിരെ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു എന്നത് തന്നെ ഇവരുടെ നിയമലംഘനത്തിന് തെളിവാണ്. അതിലും കഷ്ടമാണ് കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന ഒരു ഗുണ്ടയെ കൗൺസിലറാക്കി പ്രൊമോട്ട് ചെയ്ത BJPയുടെ രാഷ്ട്രീയ ധാർമ്മികത. ഇത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയോട് രാജി ആവശ്യപ്പെടാൻ CPMന് എന്ത് യോഗ്യതയാണുള്ളത്? സ്വന്തം പാർട്ടിയിലെ ക്രിമിനലുകളെയും ഗുണ്ടകളെയും സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന CPM ഇപ്പോൾ നഗരസഭയിൽ ശുദ്ധിവാദം പറയുന്നത് വെറും രാഷ്ട്രീയ കാപട്യം തന്നെയാണ്. ഒരു വശത്ത് മേയറും കൂട്ടരും കാലിൽ പ്ലാസ്റ്ററുമായി സഹതാപം പിടിച്ചുപറ്റാൻ നോക്കുമ്പോൾ മറുവശത്ത് തലയിൽ സ്റ്റിച്ചുമായി സമരം നയിക്കാൻ ഇടതുപക്ഷവും മത്സരിക്കുകയാണ്. നഗരസഭയ്ക്ക് പുറത്തുനിന്നും പാർട്ടി ഗുണ്ടകളെ വിളിച്ചു വരുത്തി കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറ്റി ആക്രമണം അഴിച്ചുവിട്ട CPM തന്ത്രം തികച്ചും ആസൂത്രിതം തന്നെയാണ്. ഈ രണ്ടു കൂട്ടരും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റി നഗരസഭയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുമ്പോൾ ദുരിതത്തിലാകുന്നത് തിരുവനന്തപുരത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ തന്നെയാണ്. തലസ്ഥാന നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിനോ കുടിവെള്ളക്ഷാമത്തിനോ റോഡ് വികസനത്തിനോ യാതൊരു പരിഹാരവും കാണാൻ കഴിയാത്ത ഈ രണ്ട് മുന്നണികളും തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വം ഉറപ്പിക്കാൻ മാത്രമാണ് തെരുവിൽ ഗുണ്ടായിസം കാണിക്കുന്നത്. BJPയും CPMും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടും അതിക്രമങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തലസ്ഥാന നഗരെ വികസന മുരടിപ്പിലേക്കും ആക്രമണ രാഷ്ട്രീയത്തിലേക്കും തള്ളിവിട്ട ഇടത് വലത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കാൻ എന്നും ഇനി കോൺഗ്രസ് മുന്നിലുണ്ടാകും. അധികാര കസേരയ്ക്ക് വേണ്ടി ജനവിരുദ്ധ നാടകങ്ങൾ കളിക്കുന്ന ഇവരെ ജനങ്ങൾ വരും ദിവസങ്ങളിൽ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും.